തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ വീഴ്ചയുണ്ടായെന്നും ഭർത്താവിന്റേത് കൊലപാതകമാണെന്നും ആവർത്തിച്ച് മരിച്ച വേണുവിന്റെ ഭാര്യ സന്ധ്യ. എന്നാൽ ചികിത്സാ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കാർഡിയോളജി വിഭാഗത്തിന്റെ വിശദീകരണം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം തുടങ്ങി. ഭർത്താവിന് ആൻജിയോഗ്രാം നിർദ്ദേശിച്ചിരുന്നു. ബുധനാഴ്ച മാത്രമേ തിരക്ക് കുറവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഡോക്ടർമാർ വിശദീകരിച്ചില്ല. ആശുപത്രിയിൽ കട്ടിൽ പോലും നിഷേധിച്ചെന്നും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും വേണുവിന്റെ ഭാര്യ ആവർത്തിക്കുന്നു. വാർഡിലോട്ട് ചെന്നപ്പോഴും ഒരു മണ്ണ് തുള്ളിയിടാൻ സ്ഥലമില്ല. എന്റെ ഹസ്ബൻഡിന് തീരെ നിൽക്കാൻ ഞാൻ വീൽ ചെയറിൽ ഉരുട്ടി കൊണ്ടുപോയി. അവിടെ സ്ഥലമില്ല ഒന്ന് കിടക്കാൻ. എന്നിട്ട് ഞാൻ ഇത്തിരി മാറ്റി വെച്ചത് തുണി വിരിച്ചാണ് ആ മനുഷ്യൻ അറ്റാക്ക് വന്ന മനുഷ്യൻ ഞാൻ ആ തറയിൽ അവിടെ കിടത്തിയത്. അത് അവരുടെ അനാസ്ഥയല്ലേ അത്. എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം നിഷേധിക്കുകയാണ്. രോഗി ഗുരുതരാവസ്ഥയിലാണ് എത്തിയത്. എന്നാൽ അടിയന്തരമായി നൽകേണ്ട ആൻജിയോഗ്രാം മറ്റു ചികിത്സകളോ നൽകാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. ശ്വാസകോശത്തിലെ നീർക്കെട്ട് പെട്ടെന്നുണ്ടാവുകയും അതുവഴി മരണം സംഭവിക്കുകയുമായിരുന്നു. ഒരു തരത്തിലുമുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല. കാര്യങ്ങൾ രോഗിയുടെ ബന്ധുക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം വ്യക്തമാക്കി. ഹാർട്ട് അറ്റാക്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. ആൻജിയോപ്ലാസ്റ്റി എപ്പോഴും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഇൻവേസീവ് പ്രൊസീജിയറാണ്. സാധാരണഗതിയിൽ ഇവിടെ എല്ലാ രോഗികളോടും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ്, വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് സാധാരണ പറയുന്നതാണ്. ബെഡ് ഒഴിവ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ഏറ്റവും ഗുരുതരാവസ്ഥയുള്ള രോഗിക്ക് ബെഡ് കൊടുക്കും. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. DMEയുടെ നേതൃത്വത്തിലും അന്വേഷണമുണ്ടാകും. അതേസമയം സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.